പ്രസംഗം ഒരു കലയാണ് അല്ലേ? എല്ലാവർക്കും അറിയാം. പ്രസംഗം മറ്റുള്ള കലകളെപ്പോലെ തന്നെ ഒരു കല തന്നെയാണ് പ്രസംഗം. ഈ പ്രസംഗകല രണ്ട് രീതിയിലുണ്ട്. ചില ആളുകൾക്ക് ജന്മസിദ്ധമായിട്ട് തന്നെ പ്രസംഗിക്കാനുള്ള കഴിവുണ്ടാവും. എന്നാൽ മറ്റു ചിലരാവട്ടെ ഏതെങ്കിലും വേദികളിലൊക്കെ പ്രസംഗിക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം വരുമ്പോൾ അതിന് കഴിയാതെ വരികയും അത് പരിശീലനം കൊണ്ട് ആ കഴിവ് നേടി എടുക്കുന്നവരുമുണ്ട്. നമ്മൾ പരിശീലിച്ചാൽ ആർക്കും പ്രസംഗിക്കാൻ കഴിയും. ജന്മസിദ്ധമായിട്ടുള്ള കഴിവുകൊണ്ട് മാത്രമല്ല, നമ്മൾ പ്രോപ്പറായിട്ട് പരിശീലിച്ച് കഴിഞ്ഞാൽ നമുക്കും നല്ല പ്രഭാഷകരാകാൻ സാധിക്കും. എന്നാൽ ഈ രണ്ട് പ്രഭാഷകർക്ക് തമ്മിലൊരു വ്യത്യാസമുണ്ട്. സാധാരണയായിട്ട് ഈ ജന്മസിദ്ധമായിട്ട് കിട്ടിയ കഴിവുകൊണ്ട് പ്രസംഗിക്കുന്ന ആൾക്കാർ, അവർക്ക് ഒരു പ്രസംഗം അത് എങ്ങനെ തുടങ്ങണം, എങ്ങനെ അതിൽ ആമുഖം പറയണം, എങ്ങനെ എത്ര നേരം സംസാരിക്കണം, എങ്ങനെ അത് ഉപസംഹരിക്കണം, ഒരു പ്രസംഗത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തണം എന്നൊന്നും അവർക്കറിയാൻ സാധിക്കില്ല. എന്നാൽ പ്രോപ്പറായിട്ട് പരിശീലിച്ച ആളുകളാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൃത്യമായി പാലിച്ചുകൊണ്ട് തന്നെയായിരിക്കും പ്രസംഗിക്കുക. അപ്പോൾ ഞാനിന്ന് പറയാൻ പോകുന്നത് ഈ ജന്മസിദ്ധമായിട്ട് കിട്ടിയ കഴിവുകൊണ്ട് പ്രസംഗിക്കുന്ന ആളുകളുടെ ചില ന്യൂനതകളാണ്.